Q Developers ഉപ്പും മുളകും. ടിഫിൻ ബോക്സിന്റെ ബാഗിലേക്ക് വെച്ചേക്കേ. അമ്മ അമ്മ ഓഫീസിൽ പോവാൻ പോവാ. അയ്യോ എന്തേ അമ്മ, ഞാനും കൂടെ അമ്മയുടെ കൂടെ വന്നോട്ടെ. ഞാനിവിടെ മിണ്ടാതിരുന്നോളാം. അമ്മ ഡിസ്റ്റർബ് ചെയ്യില്ല, കമ്പ്യൂട്ടർ എടുത്ത് കളിക്കൂല. അമ്മ ഒരു പാത്രം ചോറും കൂടെ കൊണ്ടുപോയാൽ മതി അമ്മേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിച്ചോളാം. പിന്നെ അമ്മ വൈകിട്ട് ചായ കുടിക്കുമ്പോ ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട, 2 പഴംപൊരി മേടിച്ചാൽ മതി. അമ്മ ഓഫീസിൽ വരാനുള്ള പരിപാടിയാ. രാവിലെ എണീറ്റപ്പോ തന്നെ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യണം ഞാൻ കേട്ടതാ. ഞങ്ങൾ വേറെ കാര്യം സംസാരിച്ചതാ. അമ്മ ഞങ്ങൾ പോയി റെഡി ആയിട്ട് വരട്ടെ. അമ്മ വേണ്ട, നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നിരിക്കാൻ നിൽക്കട്ടെ, അത് നല്ല കാര്യമൊന്നുമല്ല. അപ്പൊ സുഷമേന്റെ മോഡ് വന്നിരിക്കുന്നോ? അവരുടെ വീട്ടിൽ ആരും ഇല്ലാത്തോണ്ടാ. അതുപോലെയാണോ ഇവിടെ? അമ്മ പ്ലീസ് അമ്മ, ഞങ്ങൾ ഇന്ന് മാത്രം ഓഫീസിൽ വന്നോട്ടോ പ്ലീസ്. നിങ്ങൾ ഓഫീസിൽ വന്ന് ആദ്യം ചെയ്യാൻ പോണതേ ഓഫീസിലുള്ളവർ എങ്ങനെ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും. 2 സാമർത്ഥ്യക്കാർ ഇവിടെ അടങ്ങി ഒതുക്കി ഇരുന്നാൽ മതി. എന്റെ അമ്മ ഓഫീസിൽ പോകാൻ നോക്ക്. ഇനിയിപ്പോ ഇവരെയും കൂടെ കൊണ്ടുപോകാത്തതിന്റെ കുഴപ്പമുള്ളൂ, ബാക്കിയെല്ലാം ആയല്ലോ. അമ്മ പ്ലീസ് അമ്മ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പോയിരുന്ന റൂമില് അടങ്ങി ഒതുക്കി. പ്ലാനൊക്കെ പൊളിച്ച് പാളിഷായടേ. പ്രതീക്ഷിതെല്ലാം പോയി കിട്ടി അച്ഛാ. അച്ഛാ അച്ഛനത് പറഞ്ഞു നോക്ക്, ചിലപ്പോ നടക്കും. എടേ ഞാൻ എന്നെ ഇതിന്റെ ഇടയിട്ട് കുഴപ്പിക്കല്ലേടേ, ശരിയാവില്ല. പ്ലീസ് അച്ഛൻ പറഞ്ഞു നടക്കും. പറഞ്ഞു നോക്കാം, പക്ഷെ വഴക്കിനൊന്നും ഞാൻ നിൽക്കൂല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോക്കാം. നീലുവേ, പിള്ളേർക്കുണ്ട് റെക്കമെൻഡേഷൻ കൊണ്ട് വന്നാണെങ്കിൽ നടക്കൂല. വെറുതെ തന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അയ്യ റെക്കമെൻഡേഷൻ നീ ആരടി? കളക്ടറാ? അവിടെ ഓഫീസിലൊക്കെ ചെന്നിട്ടാലും മതി. കുറെ കാളചന്ത ഇരിക്കണ അമ്മമാരെ പോലത്തെ മുഖമുള്ള കുറെ അണ്ണന്മാരുടെ തെരഞ്ഞെടുപ്പുണ്ട്. പിന്നെ കുറെ ചന്ത പെണ്ണുങ്ങൾ. അയ്യ ഓഫീസേ. ഓ അങ്ങനെ തന്നെ പൊയ്ക്കേ. എവിടെ പോയി? തോയ ഉണ്ടാക്കിയ തോയ? ഇന്നും തോയ തന്നെ? തോയ തന്നെ. ചമ്മന്തിയാ? ചമ്മന്തി ഉണ്ട്. വെള്ള ചമ്മന്തി തന്നെ? ഓ. കടുവറുത്താ? മീൻ കറി ഉണ്ടാ? മീൻകറി ഉണ്ട്. മീൻ പൊരിച്ചാ? മീൻ പൊരിച്ചതും കരിച്ചതൊന്നും ഇല്ല. അത്രയ്ക്ക് നിർബന്ധം കടയിൽ പോയി കഴിക്കി. 3 നേരം പോയി കഴിക്കടി, പുറത്ത് പോയി. നല്ല കാര്യം, അത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. ഒരു കാര്യം ചെയ്യ്, പായും തലവണി എടുത്തോണ്ട് പോ, അവിടെ ഓഫീസിൽ പോയി കിടന്ന് ഉറങ്ങും. ഈ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള. ഇനി അങ്ങനെ ചെയ്യാട്ടാ. പ്രശ്നം എന്തുവാ? പ്രശ്നമൊന്നുമില്ല. ആ 2 കിറുന്നരങ്ങൾ കൊണ്ട് ഓഫീസിലേക്ക് ഞാൻ പോകണം, അത്ര തന്നെ. എന്റെ അച്ഛ പിള്ളേര് അങ്ങനെ പലതും പറയും. അതിന്റെ പേരും പറഞ്ഞ നിങ്ങൾ എന്ത് കാടി ഉണ്ടാക്കണേ? പിള്ളേരെ താളത്തിനകത്ത് തുള്ളിക്കോ. ഓടിക്കളിച്ച മനുഷ്യൻ ഓഫീസിൽ നിന്ന് ഇവിടെ എത്തണേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നാണ് വൈകി. ഇപ്പൊ ഞാൻ ഓഫീസിലെ വൈകി എത്തുന്ന അവിടെ ചർച്ച ആയിട്ടുണ്ട്. ഇപ്പൊ പോരാത്തന്നെ പഞ്ച് മെഷീൻ വെക്കാൻ പോവാ. അപ്പൊ പൂർത്തിയായി. അയ്യാ പഞ്ച് മെഷീൻ ഈ ശമ്പളം തരണ കാര്യത്തിൽ ഒന്നുമില്ലല്ലേ? പഞ്ച് മെഷീൻ 8-ാം തീയതി 9-ാം തീയതി 10-ാം തീയതി ശമ്പളം തരണത്, അതിനൊന്നും കൃത്യനിഷ്ഠയൊന്നുമില്ലേ? ഓണ വരുന്ന മാത്രമേ ഉള്ള പഞ്ച് മെഷീൻ. അതെ, സാമ്പത്തിക ഞെരുക്കം വന്നപ്പോ പോലും 10-ാം തീയതിക്കുള്ളിൽ ഇവിടെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അത് ഓർക്കണം ആദ്യം. ഭയങ്കര കാര്യമായി. അമ്മ നമുക്ക് പോവാമേ. അവിടെ പോണ നീ? ഞാൻ ഈ ജംഗ്ഷൻ വരെ 1 മണിക്കൂറിൽ തിരിച്ചു വരാ. 1 മണിക്കൂർ പറഞ്ഞിട്ട് പോയിട്ട് തള്ളേപോലെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കയറി വരണം കേട്ടാ. ഇവിടെ ഇന്ന് ഞാൻ ശരിയാവൂല. നീ വരണണ്ടാ? ഇതേ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരണോട്ടാ. നീ തിരിച്ചു വരാം അച്ഛാ, പോയിട്ട് വരാം. പോയിട്ട് വാ. അല്ലെ ഞാൻ കിടന്ന് പിള്ളേരെ കാര്യത്തിൽ കിടന്ന് വളം ഉണ്ടാക്കണത്. ഇവിടെ ഒരു പഞ്ചമിഷം വെക്കണം. കറക്റ്റ് സമയത്ത് പോകണം, കറക്റ്റ് സമയത്ത് വരണം, ഇവിടെ വെക്കണം. ഓഫീസ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. സർ, സർ, മാഡം. ആരാ? സർ നമസ്കാരം, ഞാൻ ഫ്ലോറിഡയിൽ നിന്ന് സർ. അമേരിക്ക? അല്ല, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ഞങ്ങളുടെ പുതിയ കുറെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നത് സർ. അയ്യോ വേണ്ട, നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. ഓരോ കമ്പനിക്കാർ ഓരോ സാധനങ്ങൾ ഇതുപോലെ ഇറക്കും. നിങ്ങളെ പോലത്തെ ആൾക്കാർ കൊണ്ടുവരും. ഇത് നിർത്താറായില്ല, ഇപ്പോഴും ഉണ്ടായി കൊണ്ടുകിടപ്പൊക്കെ. അല്ല സാർ, സാറിന് സമയമുണ്ടെങ്കിൽ 1-2 പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ ഇല്ല, പരിചയപ്പെട്ട പ്രൊഡക്ട്സിനെ ഇപ്പം വാങ്ങിക്കാൻ പോയി അല്ലേ സാർ? എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ. ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഒരു കച്ചവടം നടന്നില്ല സാർ. ഈ റോഡിന്റെ ലാസ്റ്റ് വീടല്ലേ, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ. ഇത്രയും ദൂരം നടന്നിട്ട് ഒരു കച്ചവടം നടന്നില്ലേ? അത് ഇത്ര വലിയ ബാഗും തൂക്കിക്കൊണ്ട്. ആന്റി വന്നേ, ആന്റി ആന്റി കയറി. സാരമില്ല സാരമില്ല. വാ ആന്റി, എനിക്ക് കുടിക്കാൻ വെള്ളം വല്ലേ വേണം? വെള്ളം വേണോന്നോ? നല്ല വെയിലാണ്. നീ എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് വാ. നീമ്പാ സാറിന്റെ കുട്ടികളാണല്ലേ? സാർ ഭാഗ്യം ചെയ്ത ആളാ. നല്ല ബുദ്ധിയും വിവരവും മനസാക്ഷിയൊക്കെ ഉള്ള കുട്ടികളാ സാറിന്റെ. അടുത്തറിയണം. അത് സാർ, ഞങ്ങളുടെ കമ്പനിയിൽ പുതിയ തറ ക്ലീൻ ചെയ്യുന്ന ഇത് ഇറക്കിയിട്ടുണ്ട്, ക്ലീനർ. അതൊന്ന് നോക്കൂ. അയ്യോ ഇത് വേണ്ട. ഇതുപോലത്തെ ഒന്ന് വാങ്ങിച്ച് ഇവിടെ ക്ലീൻ ചെയ്തപ്പോഴേ ഇതിന്റെ നിറമൊക്കെ, ഈ ടൈലിന്റെ നിറമൊക്കെ പോയി. ഒന്നാമത് വാടക വീടാണ്, ഉടമസ്ഥ വന്ന് നമ്മളെ കൈ വെക്കും. മേടിച്ചാ ഇല്ല, ഇത് കൂതറ സാധനം ഇവിടെ. അല്ല, ഞാൻ വേറെ ഒന്നും പറയല്ല. കമ്പനിക്കാർ ഓരോന്ന് ഇറങ്ങും, നിങ്ങളെ പോലെ പാവങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. അതുകൊണ്ടാണ് കേട്ടാ. അച്ഛൻ മേടിക്കാൻ സൂപ്പർ സാധനം തോന്നുന്നു കേട്ടാ. എത്ര രൂപ ഇത്? 100 രൂപ സാർ. അയ്യോ സാർ, പൈസ ഇപ്പൊ വേണ്ട.
സാർ ആദ്യം ഇത് ഉപയോഗിച്ച് നോക്ക്. സാറിന് ഇത് ഉപയോഗിച്ച് തൃപ്തിപ്പെട്ടെങ്കിൽ അടുത്ത മാസം ഞാൻ ഇവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കോളാം. അപ്പൊ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കും, നഷ്ടമല്ലേ അത്? അല്ല, അത് എന്റെ കമ്പനിയിൽ നിന്ന് മാസം ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തോളൂ സാർ. കൊള്ളാല്ലേ? സാർ ഇപ്പൊ ഇത് എന്റെ കുട്ടികൾക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഗിഫ്റ്റ് ആയിട്ടാ? തറ ഉടക്കാനാണ് എടുത്ത് കുടിച്ചാലല്ലേ സ്കോഷ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതൊന്നും കുഴപ്പമില്ല സാർ. സാർ ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ? ഓ കഴിച്ചോ കഴിച്ചോ. അയ്യോ ആന്റി, ആന്റി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോണാ? അതൊന്നും കുഴപ്പമില്ല മോനെ. ആന്റി ഇവിടെ ഫുള്ള് പൊടി, ആന്റി ആത്തോന്നിരുന്ന് കഴിക്കി. അതൊന്നും കുഴപ്പമില്ല. ഡൈനിങ് ടേബിളിൽ ഇരിക്കാം. വാ. വേറെ അകത്ത് കഴിക്കണം. ആന്റി ബാഗ് എടുത്തോ. ബാബാ നീ ഫാൻ നിട്ടേ. ആന്റി ആന്റിയുടെ വീട് എവിടെയാ? പെരുമ്പാവൂര്. ഓ, പെരുമ്പാവൂർന്ന് ഇവിടെ വരുമോ സാധനങ്ങളൊക്കെ വിൽക്കാൻ? ഇവിടെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. ആന്റിക്ക് എത്ര മക്കളാ ആന്റി? എനിക്ക് 2 മക്കൾ, 2 പെൺകുട്ടികൾ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ശിവ, ശിവാനി ബാലചന്ദ്രൻ തമ്പി. എന്റെ പേര് കേശവ ബാലചന്ദ്രൻ തമ്പി. ബാലേന്ദ്രൻ തമ്പി ഞാനാണ്. സാറിന്റെ വൈഫ് ജോലിക്ക് പോയി. സാറെന്ത് ജോലി ചെയ്യുന്നു? ജോലി പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല, ഇലക്ട്രോണിക്സ് വർക്ക് ആയിരുന്നു, ഇപ്പൊ അതുമില്ല. ഇപ്പൊ വർക്കുണ്ട്, ഈ ചൂടായോണ്ടേ അക്കരെ വരാനും പോലും ഭയങ്കര പാട്. വർക്ക് ഇഷ്ടം ഉണ്ട്. ആന്റിയുടെ വർക്ക് എങ്ങനെ വല്ലതും തടയുന്നുണ്ടാ? കുഴപ്പമില്ല, കമ്മീഷനില്ല. അച്ഛാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അല്ല ആന്റി, അച്ഛൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്മാർട്ടാ, ഒരു മടിയും ഇല്ല, എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും. വലിയൊരു കുടുംബത്തിലെ ആളാന്നുള്ള ജാടേ ഇല്ല. ഞാൻ റോൾ മോഡലാ. അച്ഛന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യണ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് വീട്ടിലുണ്ട്, കിടപ്പില്ല, 2 കിഡ്നിയും തകരാറില്ല, 4-5 വർഷമായിട്ട് ചികിത്സയിൽ കഴിയും. അല്ലാണ്ട് ഈ ബന്ധുക്കളാരും സഹായിക്കില്ല? സഹായിക്കുന്നുണ്ട്. അല്ല, ഈ ഭക്ഷണത്തിന്റെ മുമ്പിൽ കരയല്ലേ, കണ്ണീര് വീഴും. അച്ഛന്റെ കണ്ണീര് ഭക്ഷണത്തിൽ വീഴില്ല. പാവം ആന്റി അച്ഛ. എനിക്കിതൊക്കെ കാണുമ്പോഴാണ് വിഷമം വരുന്നത്. എൻ്റെ മൂഡ് ഫുള്ള് പോയി. ആ ആന്റി ഉണ്ടാക്കണ കാശുകൊണ്ടല്ല ആ വീട് കഴിഞ്ഞു പോണേ. കഷ്ടം. അല്ല അച്ഛാ, നമുക്ക് ആന്റീനെ എന്തെങ്കിലും വിധത്തിൽ സഹായിച്ചാലോ? എന്റെ വല്ല പൈസ ഇരിക്കണ? അച്ഛൻ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, എന്തെങ്കിലും തുണിയെല്ലാം കൊടുത്താൽ പോരെ? ആ അത് ശരിയാ, നമുക്ക് എന്തോരം സാരി ഉണ്ട്, അതിൽ 1-2 എടുത്ത് കൊടുത്താൽ പോരെ? അവളെ കൊല്ലും. പിന്നെ അറിഞ്ഞിട്ട് വേണ്ടേ കൊല്ലേ? അവൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പടവലത്ത് പോയപ്പോൾ അവിടുത്തെ അമ്മമ്മ എനിക്കൊരു ഫ്രോക്ക് വാങ്ങിച്ചു തന്നു, അതും കൊടുക്കാം. എന്റെ പൊന്നു മക്കള്. അച്ഛാ ആന്റി അതൊക്കെ മേടിക്കുമോ ചോദിക്കണ്ടേ? ചോദിക്കാം. വാ. കൈ കഴുകിട്ട് വരട്ടെ. പാവല്ലേ? ആന്റി, ആന്റിക്ക് നിങ്ങളെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടോ? പിന്നെ എനിക്ക് നിങ്ങളെ 2പേരെ ഇഷ്ടപ്പെട്ടു, എന്റെ കുഞ്ഞുങ്ങളെ പോലെ 2പേരും. അപ്പൊ ഞങ്ങളൊരു സമ്മാനം തന്ന ആന്റി വേണ്ടെന്ന് പറയുമോ? എന്ത് സമ്മാനം? അതൊക്കെ ഉണ്ടാനി. വാ വാ, എന്നെ അങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? തട്ടിക്കൊണ്ട് പോകുന്നില്ല. വാ. എവിടേക്കാ കൊലിച്ചോണ്ട് പോകുന്നേ? അച്ഛാ അച്ഛൻ എടുത്തേ. ആന്റി, ഇത് അമ്മ ഉപയോഗിക്കാത്ത സാരികളുടെ കളക്ഷനുകളാ. ആന്റി എല്ലാം 1-2 എടുത്തോ. അയ്യോ അത് വേണ്ട, അതൊക്കെ അമ്മ ഉപയോഗിക്കാറുള്ളതല്ലേ മോളെ. അല്ല ആന്റി, അമ്മ ഉപയോഗിക്കേണ്ട അപ്പുറത്തെ റൂമിലെ ഷെൽഫിലാ. ആന്റി ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തോ. അതെ, ഇപ്പൊ അവള് സാരി ഒന്നും ഉപയോഗിക്കൂല, പഴയത് തന്ന് കൊച്ചാക്കിയെന്ന് തോന്നരുത് കേട്ടാ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാർ. ആന്റി, ആന്റിക്ക് 2 പെൺമക്കളല്ലേ, ഇതെന്റെ ഒരു ഫ്രോക്കാ, ഇതിൽ ആർക്കാ പാകാന്ന് വെച്ചൊന്ന് കൊടുത്തു. ആന്റി ആന്റിയുടെ ഈ സാരി ഇല്ല, അത് ഇതിനകത്ത് ഇട്ടോ. ആ ഇട്ടോ. എന്താ ഇനി വരട്ടെ, ഇനി നിന്നാ വൈകിപ്പോ, ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ആന്റി, ആന്റി വീട്ടിലെത്തുമ്പോ എത്ര മണിയാവും? രാത്രി 8 മണിയൊക്കെ ആവും മോളെ. അയ്യോ രാത്രി 8 മണിയോ? ആന്റി, ആന്റി നമ്പർ ഒന്ന് തരുമോ? ഒറ്റ സെക്കൻഡ്. ആ തരാലോ. ആ 9744262199. ഓക്കെ ആന്റി. ഇതായിരിക്കട്ടെ. അയ്യോ അല്ല അല്ല കുഴപ്പമില്ല.
ശരി നീ വരട്ടെ. നിങ്ങളെയൊക്കെ ഞാൻ എന്നും ഓർക്കും. ആ. ഇനി എൻ്റെ മൂത്ത മോളാണ്. മൂത്ത ഒരാളും കൂടെ ഉണ്ട്. അവിടെ പോയടേ. അതേതോ ഡാൻസിന് അപ്പൊ ഡാൻസ് ക്ലാസ്സിന് പോയി. എന്താ മോളുടെ പേര്? ലച്ചു ലക്ഷ്മി ഭാരതൻ തമ്പി. ഓ എല്ലാരും അച്ഛന്റെ പേര് ചേർത്തേ പേര് പറയാറുണ്ട്. അച്ഛനെ പേര് കേൾപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എന്നാ ശരി ഞാൻ ശരി. ഇറങ്ങട്ടെ. നീ ഇന്ന വൈകിപ്പോ. ബൈ ബൈ ആൻറ്റി ബൈ. ബൈ. ശരി അപ്പൊ ബൈ ബൈ. അതാരാ അച്ഛാ? ഏ? അതാരാ? അത് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റില്ലേ വീട്ടിലെ അങ്ങനെ ഒരാള്. അല്ല അവരകത്ത് കയറിയോ? എന്ത് അകത്ത് പറയാ എന്താ പ്രശ്നം? അവരുടെ കയ്യിലെന്താന്ന് വെച്ചൊരു കിറ്റ്. അവരെ കയ്യിൽ അവരെ കൊണ്ടുവന്ന സാധനം. അല്ല ഈ ആൾക്കാരൊക്കെ അകത്ത് വെച്ചുന്ന പരിപാടി അത്ര നല്ലതല്ല. എന്റെ ചേച്ചി ഇങ്ങനെ ആൾക്കാരെ വെറുതെ വേർതിരിച്ച് കാണാതെ. എന്ത് ഫോൺ എവിടെ നിന്ന് എടുത്തേ? അവിടുന്ന്. അവിടെ കൊണ്ടുപോയി. ഓ ഇങ്ങോട്ട് ഇതിനെന്താ എണ്ണയോ? പോയെടുത്ത്. ലച്ചു എപ്പോഴാ വന്നേ പോയിട്ട്? ഞാൻ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ അപ്പത്തിന്റെ എത്തിയല്ലോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ എത്തിയത്. സ്വീറ്റ് പൊറോട്ട. ഹായ് കറക്റ്റ് വിശന്നിരുന്ന ടൈം തന്നെ ഉണ്ട്. ഓ അല്ലെങ്കിൽ നീ എപ്പോഴാടാ വിശന്നിരിക്കാത്തെ? താടി അവിടെയൊക്കെ പൊടി ഇടല്ലേ? ഓ വന്നാ ഉദ്യോഗസ്ഥ. എന്തോന്ന് വാങ്ങിച്ചോണ്ട് വന്നത്? സ്വീറ്റ് പൊറോട്ട. സ്വീറ്റ് പൊറോട്ടെ എനിക്കില്ലേ? പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ ബാലു. കേശുവേ ശിവ ആ ഓടി തെച്ചു എന്തോ ആ എന്നാ കൂട്ടങ്ങൾ. അതെ ഞാനും വാങ്ങിക്കും കേട്ടാ. അപ്പൊ വാ തിന്നെ. ഓ ഇനി അന്ന് വീട്. ഡേയ്, ഇന്നൊരു കാര്യം ഉണ്ടായി. എന്ത് കാര്യമാണെങ്കിലും പിന്നെ പറയാം. ആദ്യം ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ. ചൂടെടുത്തിട്ട് പോയാ. ഡേയ് ഇതാരും തുറന്നിട്ടേക്കണേ. മേശ തുറന്നിട്ട് സാരി. ഒരു സാരി ഇതിനകത്ത് കാണില്ലല്ലോ. എടി ലച്ചു, ലച്ചുവേ എന്നതാ എന്തിനാണ് എന്റെ സാരി എടുത്തേ? എന്റെ സാരി എടുത്ത എന്തിനാന്ന്? സാരി എടുത്തല്ലേ അപ്പോ? ഞാൻ സാരി ഒന്നും പോന്നോന്ന്. എടാ മേശ തപ്പിയാ നീ ഇപ്പൊ? ഞാൻ തപ്പില്ല, നീ തപ്പിയാ? നീ തൊടി തപ്പില്ലേ? ശിവ തപ്പിയല്ലേ? ഇല്ല ഞാൻ തപ്പില്ല അമ്മ. അച്ഛാ അച്ഛൻ മേശ തപ്പിയായിരുന്നാ? മേശ തപ്പിയായിരുന്നാ? ഇല്ല. എന്തായാലും എന്റെ 3-4 സാരി കാണില്ലേ ഇവിടെ? 3-4 ഒന്നോ രണ്ടോ ആയിരിക്കും. അല്ല 3-4 കാണില്ലേ? ആരാ ഇവിടെ വന്ന? രമ വന്നല്ലേ? രമേന്ദ്രൻ ഇവിടെ പറഞ്ഞത്. പിന്നെ ആരാ വന്നേ? വേറെ ആരും വന്നില്ല ഇവിടെ. ഒരു ആന്റി വന്നിട്ടുണ്ടായിരുന്നു. ആന്റി വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കും കയ്യിലൊരു കവറും സാധനങ്ങളൊക്കെ വേണം. ബാലു സത്യം പറ, ആരാ വന്നേ? ആരാ വന്നേ ഇവിടെ? ആരും വന്നില്ലെന്ന്. സത്യം പറ ബാലു, നിങ്ങൾ ബന്ധുക്കൾ വന്നേ ഇവിടെ? പിന്നെ എന്റെ ബന്ധുക്കൾ ഇതിന്റെ സാരി കൊടുത്തിട്ടല്ലേ പോണത്. പണിയെടുത്ത്. പിന്നെ ആരാ വന്നേ ഇവിടെ? അത് ഒരു സ്ത്രീ വന്ന് ഈ നമ്മളെ വീടുകളോറും സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ നടക്കുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നപ്പോൾ ഈ പിള്ളേരെ എല്ലാം കൂടെ ഞങ്ങളാ ഈ അച്ഛനോട്ടോ അമ്മ സാരി എടുത്തു കൊടുത്തേ. ഞാൻ ഫ്രോക്ക് മാത്രം എടുത്തു കൊടുത്തുള്ളൂ ചെറിയത്. ബാലു സാരി മാത്രമേ കണ്ടുള്ളൂ എടുത്തു കൊടുക്കാൻ. എന്തിനാണ് കിടന്ന് ചാടണത്? ഞാൻ എന്ത് ചെയ്ത്? നീ ഉടുക്കാത്ത 2 സാരി എടുത്തു കൊടുത്ത് അത്രയല്ലേ ചെയ്തോളൂ. അത് ആ പാവപ്പെട്ട സ്ത്രീക്ക് വസ്ത്രം ദാനം ചെയ്യുന്നോടി, അത് പുണ്യമാണ്. പോയിട്ടാ അത് പോയി കിട്ടിയല്ല, സമാധാനമായല്ലേ ഇപ്പൊ? എന്തോന്ന് പറയുന്നു? കമ്മല്. കമ്മൽ ആ സാരിയുടെ ഉള്ളിൽ ഞാൻ കമ്മൽ വെച്ചിട്ടുണ്ടായിരുന്നു. സാരിയുടെ ഉള്ളിൽ കമ്മൽ വെക്കാൻ പറഞ്ഞാല് നിങ്ങളെ പേടിച്ചുകൊണ്ട് വെച്ചതാ. പണയം വെച്ചിരുന്ന കമ്മല് കുറച്ച പൈസ സ്വരിക്കൂട്ടി ഞാൻ പണയം പിടിച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചതാ. അത് സാരിയോട് കൂടി കൊണ്ടേ കൊടുക്കുന്നു ഞാൻ വിചാരിച്ചാ. കണക്കായി. അവരുടെ അഡ്രസ് വല്ലതും ഉണ്ടോ? പേരറിഞ്ഞൂടാ. അഡ്രസ് ഇവിടെ അടുത്തല്ലേ താമസിക്കണേ. അടുത്തെവിടെ? പെരുമ്പാവൂരാ. എന്റെ അമ്മ ഞാൻ ചോദിച്ചത് അച്ഛൻ്റെ അടുത്ത് അവരാരാന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു സെയിൽസ് ഗേളാന്ന്. വീടിനകത്ത് എന്തിനാ കയറ്റി വെച്ചപ്പോ നമ്മുടെ പുഞ്ഞാന മോനുണ്ടല്ലോ, ഇവൻ പറഞ്ഞു ചേച്ചി മനുഷ്യരായിട്ട് കാണണം. ഫോൺ നമ്പർ ഉണ്ട്, എന്നാ വിളിച്ചു ചോദിക്ക്. ക്യാഷ് മക്കളാ മൊബൈൽ എടുത്തോടാ. അമ്മ ആ ആന്റിയുടെ ഭർത്താവിന്റെ 2 കിഡ്നിയും തകരാറില്ല. 3 അല്ലേടി? അല്ല കിഡ്നി 2 ഉള്ളൂ. വിളിച്ചു ചോദിക്ക് ബാലു. അച്ഛാ ഫോൺ എന്നാ? അവര് സത്യം പറഞ്ഞ കള്ളം പറഞ്ഞിരിക്കലോട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ ആൾക്കാർ ആ കമ്മല് കൈ കിട്ടിയാൽ പോലും തിരിച്ചു തരാൻ പോണില്ല. നമ്മൾ ഈ പാവമെന്ന് കരുതുന്നവരൊക്കെ പാവമല്ലല്ലേ അമ്മ? ആന്റി കരഞ്ഞപ്പോ അച്ഛനും കൂടി ഒന്ന് കരഞ്ഞു. അയ്യോ നിങ്ങളച്ഛൻ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. പെണ്ണുങ്ങൾ അറിഞ്ഞാൽ കൂടെ അങ്ങ് കരഞ്ഞോളും. ഒന്ന് വിളിച്ചു നോക്ക് ബാലുന്ന്. ഈ നമ്പർ സേവ് ചെയ്താര്? ഞാൻ ആ നമ്പർ സേവ് ചെയ്ത. ആര്? അവള് പറഞ്ഞു ഇത് ലാസ്റ്റ് സേവ് ചെയ്ത്. എടുക്കണ്ട. സ്വിച്ച് ഓഫ്. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഇവരൊക്കെ കള്ളികളായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞേണോ? പോലീസിനെ വിളിക്കമ്മേ. പോലീസിനെ വിളിക്കണ്ട. നീ എന്തിനാ തുറച്ചു നോക്കണേ? സത്യം പറ ബാലു. ദൈവത്തിനാണ് അമ്മയുടെ മുഴുവൻ അമ്മച്ചാണ് ഞാൻ എടുത്തില്ല. അമ്മേ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. ആരെ ഫോണിൽ നിന്ന് വിളിച്ചാലും സാരിയില്ല, എനിക്ക് എന്റെ കമ്മല് കിട്ടിയേ പറ്റുള്ളൂ.
സാരിക്കകത്ത് ഇങ്ങനെ പറയാത്തുണ്ടെങ്കിൽ മുതലെടുത്ത് മറ്റേ നിന്റെ കമ്മലൊക്കെ മാറ്റിയിട്ട് ഞാൻ സാരി എടുത്ത് അവർക്ക് കൊടുത്തന്നെ. ഇതിപ്പോൾ എല്ലാം കൂടെ എൻ്റെ തലേ നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ വിളിപ്പിച്ച് വച്ചത് അങ്ങനെ തന്നെ വേണം നിനക്ക്. പക്ഷെ പാവം കണ്ടു കഴിഞ്ഞാൽ പാവം നമുക്ക് അവർ സഹായിക്കാൻ തോന്നാം. ആ പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം പാവമാണ്, ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് മുറ്റായിട്ട്. ഫോൺ ചെയ്യാൻ പോലും എടി ഫോൺ കൊണ്ടുപോടി ഇങ്ങോട്ട്. എന്റെ ഫോൺ ഇവിടെ കാണാനില്ല. അതും കാണൂല. കിട്ടി. പോലീസിൽ വിളിക്കാം. പോലീസ് വിളിക്ക്. നിങ്ങളാണോ എടുത്തത്? ഇനി പോലീസ് വന്നിട്ട് ഞാൻ നാറുവോ? സ്വിച്ച് ഓഫാ. പോലീസും സ്വിച്ച് ഓഫ്, അവരും സ്വിച്ച് ഓഫ്. അവർക്ക് വേറെ പണിയില്ല, അവരും സ്വിച്ച് ഓഫ്. അവരെ കണ്ടതിന് തിരിച്ചറിയാമോ? ഏത് പാതിരാത്രിയുടെ ഞാൻ തിരിച്ചറിയും. അവർ അത്രയും പാവമാണ്. പിന്നെ പാവം. അമ്മ ഭയങ്കര പാവാമ്മ. മിണ്ടായിരുന്നോട്ടാ. റോഡിൽ നിൽക്കുന്നവരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി സദ്യം കൊടുത്തിട്ട് വെഞ്ചാമൻ്റെ അടുത്ത് വീശടി വീതം ന്യായം ഓടിക്കണം. മിണ്ടിപ്പോരുത് എൻ്റെ അടുത്ത്. ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ, റോങ് നമ്പർ. ഇതമ്മ രാവിലെ വന്ന ആന്റി. ആന്റി, ഞങ്ങൾ ആന്റിനെ പറ്റി സംസാരിക്കുമായിരുന്നു. ആന്റി കൊള്ളാം. എന്നെ കള്ളിയാക്കാനുള്ള പണിയായിരുന്നു. ഭാഗ്യത്തിന് ഞാനത് കണ്ടു. അയ്യോ, സ്വർണ്ണക്കമ്മല് നമ്മൾ അറിഞ്ഞതല്ലേ? ആന്റി ആന്റി ഇനിയും കൊണ്ട് പറഞ്ഞേ. അമ്മയുടെ കുറെ സാരി ഇനിയും ഇരിപ്പുണ്ട്. അമ്മ ഇത് ആർക്കൊക്കെ കൊടുക്കണോന്ന് ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ അമ്മേ? ഒരേ സാരി അടിയിൽ മാലയും വളയൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിരിക്കുന്നു. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നേരം ഒരുപാടായി. ശരി ശരി. ബൈ. അല്ല, ഒരു നല്ല സ്ത്രീ ആയതുകൊണ്ട് കൊള്ളാം. നിന്റെ പൊട്ട കണ്ണുകൊണ്ട് എല്ലാരും ഒരുപോലെ കാണരുത് കേട്ടടി. അച്ഛാ കൂ കൂവാ കൂ ഫിനിഷ് ചെയ്തില്ലേ? കൂ കുട്ടം പിള്ളേരെ മോളെ. നിന്നെ ഇന്ന് ഞാൻ നിക്കടാ, നിക്കടാ. എന്നെ പേടിച്ചിട്ടാണടി നീ സാരിക്കകത്ത് കമ്മലും മാലയൊക്കെ വച്ചത്. ഇതിനകത്ത് കാണും. ഈ കുട്ടമ്പിളരെ മോളെ, നീ നമ്മളെ ഇതിനകത്തൊന്നുമില്ല.